രാജ്യത്തെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ കോടികളുടെ റെയ്ഡ് നടന്നു. ഇഡിയാണ് ഈ റെയ്ഡ് നടത്തിയത്. പക്ഷേ മാധ്യമങ്ങളിലൊന്നും വാർത്തയില്ല. നിങ്ങളതിന് രാജ്യത്തെ എന്ന് പറയുന്നത് നമ്പർ 1 കേരളത്തിലാണ്. നമ്പർ 1 കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിൽ പേരിയ കേട്ടിട്ടുണ്ട്. പേരിയ എന്നുള്ള സ്ഥലം പണ്ട് ഈ പേരിയ വനം കൊള്ളയൊക്കെ വലിയ കൊള്ളൊക്കെ ഉണ്ടാക്കിയ സ്ഥലമാണ്. പേരിയക്കടുത്തുള്ള കുണിയ എന്ന് പറയുന്ന സ്ഥലം. കുണിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജുണ്ട്. ആ കോളേജ് ഒന്ന് കാണേണ്ടതാണ്, ചിത്രം കാണിക്കാം. വലിയ കൂറ്റൻ കെട്ടിടങ്ങൾ, എല്ലാം ഇസ്ലാമിക വാസ്തുശില്പം അനുസരിച്ചുണ്ടാക്കിയിട്ടുള്ള കോളേജ്. ആ കോളേജ് അതിൻ്റെ ക്ലാസ് മുറിയൊക്കെ എയർ കണ്ടീഷൻ്റെ എല്ലാ ആധുനിക സൗകര്യങ്ങളുള്ള 100 ഏക്കർ സ്ഥലത്താണ് ഈ കോളേജ് പ്രവർത്തിക്കുന്നത്. ആ കോളേജ് നടത്തുന്നത് കുഞ്ചം അഹമ്മദ് മുസലിയാർ മെമ്മോറിയൽ ട്രസ്റ്റ് എന്ന പേരിലുള്ള ഒരു ട്രസ്റ്റിൻ്റെ ഉടമസ്ഥതയിലാണ് 100 ഏക്കറിലുള്ള അത്യാധുനിക സംവിധാനങ്ങളുള്ള ഈ കോളേജുള്ളത്. ഈ കോളേജിൽ വിവിധ കോഴ്സുകളൊക്കെ ഉണ്ട്. കോളേജ് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇഡി കൊച്ചി സോണൽ ഓഫീസിൽ നിന്ന് ഇഡി ഉദ്യോഗസ്ഥർ ഈ കോളേജിൽ റെയ്ഡ് നടത്തി. അവർക്ക് കിട്ടിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയപ്പോൾ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ കോളേജിലേക്ക് വന്നിരിക്കുന്നത് 220 കോടി രൂപയാണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് വിദേശത്ത് നിന്ന് വന്നിരിക്കുന്ന പണം 220 കോടി രൂപ. അപ്പോൾ വിദേശത്തു നിന്ന് സംഭാവനകൾ സ്വീകരിക്കണമെങ്കിൽ അത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് FCRA അനുസരിച്ച് രജിസ്റ്റർ ചെയ്യണം. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണം. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി കൂടാതെ FCRA അനുസരിച്ച് നിയമം പാലിക്കാതെ 220 കോടി രൂപ ഈ കോളേജിൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നു. ഇത് ED ഞെട്ടിച്ചു, കേന്ദ്ര സർക്കാരിനെ ഞെട്ടിച്ചു, രാജ്യത്തെ നിയമങ്ങളെയൊക്കെ നോക്കുകുത്തിയാക്കുന്ന ഒരു സമീപനം. അതുകൊണ്ടാണ് ED അവിടെ റെയ്ഡ് നടത്തിയത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളാരും ഇതിൻ്റെ വിവരങ്ങളൊന്നും കണ്ടിട്ടില്ല, അവിടെ പോയിട്ടില്ല, ഇൻഫർമേഷനൊന്നുമില്ല. ആകെ എൻ്റെ പക്കലുള്ള ഇൻഫർമേഷൻ മനോരമ ഓൺലൈനിൽ വന്ന വാർത്തയാണ്. മനോരമ ഓൺലൈനിൽ വന്ന വാർത്ത കൂടെ നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം. പക്ഷെ മനോരമ പത്രത്തിൽ വന്നില്ല, ഓൺലൈനിൽ മാത്രം. ഇപ്പോൾ ഇങ്ങനെ മനോരമയ്ക്ക് ഉൾപ്പെടെയുള്ള പത്രങ്ങൾക്ക് എങ്ങനെ ഒരു സൂക്കേടുണ്ട്. വാർത്ത കൊടുത്തു. എവിടെ കൊടുത്തു? ഓൺലൈനിൽ കൊടുത്തു. എന്താ കൊടുത്തില്ലേ? ഇല്ല, പത്രത്തിൽ കൊടുത്തിട്ടില്ല, ഞങ്ങളുടെ ചാനലിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ സേഫാണ്. അപ്പോൾ വാർത്ത മാധ്യമധർമ്മം ഞങ്ങൾ പാലിച്ചു എന്ന് പറയുകയും ചെയ്യുക, എന്താ നാട്ടുകാരറിയാതെ സൂക്ഷിക്കുകയും ചെയ്യാം. വേണമെങ്കിൽ മറ്റേ വാർത്ത പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് എപ്പോൾ വേണമെങ്കിലും ഹോൾഡ് ചെയ്യാം, പ്രൈവറ്റ് ആക്കാം, ഒക്കെ ചെയ്യാമല്ലോ. പത്രത്തിൽ അച്ചടിച്ച് വന്നാൽ പിന്നെ അത് അവിടെ കിടക്കും, അതൊരു രേഖയാണ്. അപ്പോൾ ഇതൊരു വലിയ സൂത്രമാണ്. ചിലരുണ്ട് ഈ വാർത്ത കൊടുക്കും, ഞാൻ മനോരമയെക്കുറിച്ചൊന്നും അല്ല പറയുന്നത്, ചില പോർട്ടലുകാരൊക്കെ ഉണ്ട്, ഒരു വാർത്തയെ കൊടുക്കും, ഈ വാർത്ത ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനിയൊരു വീഡിയോ കൂടെ ചെയ്യും, അതിന് വേണ്ടിയിട്ട് ഞങ്ങളെ വേണ്ട പോലെ കണ്ടേക്കണം എന്ന് പറയുന്ന വിദ്വാന്മാരുണ്ട്. ഈ ഓൺലൈനിലൊക്കെ ചില ആളുകൾ ചെയ്യുന്ന പരിപാടികളാണ്. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ വലിയ വലിയ സ്ഥാപനങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. ഏതായാലും രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തി 220 കോടി രൂപയുടെ ഇടപാട് വിദേശത്തു നിന്ന് ഫണ്ട് വന്നതായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ മനോരമ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ കോളേജിൻ്റെ ഒരു ഡയറക്ടറുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഡയറക്ടർ പറയുന്നത്, ഞങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് പൈസയൊന്നും സ്വീകരിക്കുന്നില്ല, ഒരു വ്യക്തി സ്വകാര്യ തന്ന സംഭാവനയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് FCRA രജിസ്ട്രേഷൻ വേണ്ട. പൊതുജനം എന്ന് പറയുന്നതും ഓരോ വ്യക്തികളല്ലേ, പൊതുജനത്തിൽ ഓരോരുത്തർ പൊതുജനത്തിലെ സംഭാവന എന്ന് പറഞ്ഞാൽ പൊതുജനം എല്ലാവരും കൂടെ ചേർന്നിട്ട് പൊതുജനം കൂടെ മൊത്തം പൊതുജനോടെ പൊതുയോഗം കൂടുന്നു. എന്നിട്ട് പറയുന്നു നമ്മുടെ കോളേജിന് വേണ്ടിയിട്ട് നമ്മളൊരു 100 കോടി രൂപ കൊടുത്തേക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെയല്ലോ, രാമനും ഫൈസലും അബ്ദുള്ളയും ജോസഫും എല്ലാവരും അടങ്ങുന്ന പൊതുജനം സംഭാവന കൊടുക്കുന്ന അവർ ഓരോരുത്തരും കൊടുക്കുന്നത്. അതിന് മതി FCRA. ഒരു വ്യക്തി എന്താൽ വേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാവും? ഒരു വ്യക്തിയും കൂടെ ഉൾപ്പെടുന്നതല്ലേ പൊതുജനം. അപ്പോൾ മനോരമ വിശദീകരിക്കുന്നത്, ഈ ഡയറക്ടർ ഇങ്ങനെ പറഞ്ഞു, ഒരാൾ മാത്രമാണ് തന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഒരാൾ മാത്രമാണ് തന്നതെന്ന് പറയുമ്പോൾ ആരാണ് ഈ ആളെന്ന് നോക്കണമല്ലോ. ആളുടെ പേര് ഇബ്രാഹിം അഹമ്മദ് അലി. അദ്ദേഹം UAE വ്യവസായിയാണ്. അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സൽ ലൂബ്രിക്കൻസ് LLC എന്ന് പറയുന്ന ഒരു പെട്രോളിയം കമ്പനിയുണ്ട്. എണ്ണ, ക്രൂഡ് ഓയിലോ അതിൻ്റെ മറ്റ് എൻജിൻ ഓയിലോ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും, ഒരു എണ്ണ കമ്പനി, ഓയിൽ കമ്പനി. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ലോക നിലവാരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വേണമെന്നുള്ള സതുദ്ദേശത്തോടു കൂടി ആരംഭിച്ചു കൊടുത്ത പണമാണ് ഇതെന്നാണ് ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ പറയുന്നത്. ശരി ആയിരിക്കാം. പക്ഷേ ED ചോദിക്കുന്നത്, അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിലവിലുള്ള നിയമം അനുസരിച്ച് ആ ഒഫീഷ്യൽ ട്രാക്കിലൂടെ വന്നില്ല? FCRA രജിസ്ട്രേഷൻ എടുക്കാതെ
എന്തുകൊണ്ട് വന്നില്ല? ഈ ഡയറക്ടർ പറയുന്നത് പോലെ ഈ അതിന് നിയമ FCRA രജിസ്ട്രേഷൻ ഒന്നും വേണ്ട എന്ന് പറയുന്നത് തെറ്റാണെന്ന് ED ഉദ്യോഗസ്ഥർ പറയുന്നു എന്നും മനോരമയുടെ വാർത്തയിൽ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ FCRA വയലേഷൻ നടത്തിയിട്ട് ഈ ഫണ്ട് വന്നത് എന്ന് ഒരുപാട് ആക്ഷേപം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രയും വലിയ സാമ്പത്തിക ഇടപാട് നടന്നിട്ട് അതേക്കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാനും വാർത്തയാക്കാതിരിക്കാനും ചില ഇടപെടലുകൾ നടന്നു കാണും. അല്ലെങ്കിൽ പിന്നെ മാധ്യമങ്ങൾ ഈ ഇത്രയും വലിയ രാജ്യത്ത് ആദ്യമായിട്ടൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ റെയ്ഡ് നടക്കുന്നത് അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നത് എങ്ങനെയാണ് എന്നെനിക്കറിയില്ല. എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ വലിയ സംശയങ്ങൾ വരുന്നത് ഈ ഫണ്ട് വന്നല്ലോ, 220 കോടി രൂപ കോളേജിന് വന്നു. 220 കോടി രൂപ എന്തിനെല്ലാം വിനിയോഗിച്ചു അറിയണ്ടേ? അതെ, ഇത് ഇങ്ങനെ വരുന്ന പല ഫണ്ടുകളും കൈമറിഞ്ഞ് തീവ്രവാദ പ്രവർത്തനത്തിനൊക്കെ പോയിട്ടുള്ളതായിട്ട് മുൻകാല ചരിത്രങ്ങളുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇവിടെ നടന്നിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായും EDക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ED ഇപ്പോൾ കേസെടുത്തു. ഈ ഫണ്ടിൻ്റെ വിനിയോഗം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് പല കേന്ദ്രങ്ങളും ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തകനൊക്കെ സ്വാമി ഭാർഗവറാം ഇപ്പോൾ അന്വേഷണം NIA അന്വേഷിക്കണം എന്നുള്ള ആവശ്യമായി വന്നു കഴിഞ്ഞു. കാരണം ഇത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കോളേജാണ് കുണിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. അപ്പോൾ വേണമെങ്കിൽ VCക്ക് ആവശ്യപ്പെടാം NIA അന്വേഷിക്കണം. കാരണം 220 കോടി രൂപ ചെറിയ തുകയല്ല, 1 കോടി രൂപ പോലും വലിയ തുകയാണ്. അപ്പോൾ 220 കോടി രൂപ അങ്ങോട്ട് വന്നിട്ട് ആ കോളേജിൻ്റെ എന്ത് നിർമ്മാണ പ്രവർത്തനമാണ്, എന്ത് ഇൻഫ്രാസ്ട്രക്ചറാണ് 220 കോടി രൂപയ്ക്ക് അവിടെ സൃഷ്ടിക്കാൻ പോകുന്നത്? കാരണം കോളേജ് അവിടെ ഓൾറെഡി ഉണ്ടല്ലോ. ഉള്ള കോളേജിലാണ് ഈ ഫണ്ട് വന്നിരിക്കുന്നത്. ഇത് വലിയ ദുരൂഹത ഉണ്ടാക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഇതേക്കുറിച്ചൊരു വാർത്ത പോലും വരാതിരിക്കുന്ന സാഹചര്യത്തിൽ. ഏതായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാടിന് നല്ലതാണ്. കൂടുതൽ സ്ഥാപനങ്ങൾ ഉണ്ടാവണം, കൂടുതൽ നല്ല കോഴ്സുകൾ ആരംഭിക്കണം. ഈ അദ്ദേഹം UAE കഷ്ടപ്പെട്ട് ഒരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കി, അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെ ശ്രമത്തിൻ്റെ ഫലമായി ഉണ്ടാക്കിയ പണം അദ്ദേഹത്തിന് ഒരു കോളേജ് തുടങ്ങാൻ ഉപയോഗിക്കുന്നതിന് ഒരു തെറ്റുമില്ല. അദ്ദേഹത്തെ നമ്മൾ അത്രയും വലിയ സംഭാവന നാടിന് വേണ്ടി കൊടുത്ത ആളെ നമ്മൾ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അത്തരം സംഭാവനകളൊക്കെ നാടിന് വരണം, നാടിന് വികസനം ഉണ്ടാവണം. പക്ഷേ അതൊക്കെ നിയമാനുസൃതമായിട്ടാണ് വരേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ED പറയുകയാണ്, ED പറഞ്ഞു എന്ന് മനോരമ പറയുന്നു, ഇത് ഈ പറയുന്ന വാദം ശരിയല്ല, ഈ പണം വന്നത് ഇത് ശരിയായ മാർഗത്തിലല്ല എന്ന് പറയുന്നതുകൊണ്ട് അതിനകത്തൊരു ദുരൂഹതയുണ്ട്. അത് ഏതായാലും അവിടെ ഈ തമാശ എന്ന് പറഞ്ഞ ഇതിൻ്റെ ട്രസ്റ്റിൽ ഈ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ ഒരാളൊഴികെ ബാക്കി എല്ലാവരും വിദേശത്താണ്. ഒരു നിസാറെന്നോ മറ്റോ പറയുന്ന ഒരാൾ മാത്രമേ, കുനിയെ തന്നെയുള്ള നിസാർ ഒഴികെ ഇതിലെ മറ്റ് ട്രസ്റ്റികളെല്ലാം വിദേശത്താണ്. അപ്പോൾ നാട്ടിൽ ഒരാളേ ഉള്ളൂ ട്രസ്റ്റി ആയിട്ട്. അപ്പോൾ ഈ മനോരമ പറയുന്ന ട്രസ്റ്റി അല്ലെ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പക്ഷേ ഈ നിസാറായിരിക്കാം. നിസാറിനോട് ചോദിച്ചതായിരിക്കും, സംസാരിക്കാം. ഏതായാലും വിദേശത്തു നിന്നാണ് പണം വന്നിരിക്കുന്നത്. വിദേശത്തു നിന്ന് പണം വരുന്നതിന് ചില വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്. അത് ലംഘിക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ ED പറയുന്നത്. EDയുടെ അന്വേഷണം മുറുകുന്ന മുറയ്ക്ക് ഒരു പക്ഷേ അറസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൂടാ എന്നില്ല. കാരണം നിയമവിരുദ്ധമായ കാര്യങ്ങളാണ്. അപ്പോൾ ED എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇതിനകത്ത് സംശയാസ്പദമായ എന്തെങ്കിലും ഘടകങ്ങളുണ്ടെങ്കിൽ ED തന്നെ ഒരുപക്ഷെ അത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും NIA പോലെയുള്ള ഏജൻസികൾ വരികയും ചെയ്താക്കാം. ഇപ്പോൾ സ്വാമി ഭാർഗവറാമിനെ പോലെയുള്ള ആളുകൾ NIA അന്വേഷണം ആവശ്യപ്പെട്ട് പരസ്യമായി വന്നു കഴിഞ്ഞിരിക്കുന്നു, സോഷ്യൽ മീഡിയയിലൊക്കെ അവർ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ അത്തരം ഫർദർ ഇൻവെസ്റ്റിഗേഷൻസും വരാം. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നാടിന് ആവശ്യം ഇനിയും വേണം. നല്ല കോളേജുകൾ വേണം, നല്ല ആധുനിക സൗകര്യങ്ങളുള്ള കോളേജുകൾ വേണം. അങ്ങനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായാൽ നമ്മുടെ കുട്ടികൾ നാട് വിട്ട് പുറത്തു പോയി പഠിക്കത്തില്ല. അപ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ക്ലാസ് മുറികളിലും ഫെസിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായാൽ അവിടെ പോയി പഠിക്കുന്നത് തന്നെ ഒരു അന്തസ്സാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇബ്രാഹിം മുഹമ്മദ് അലി നൽകിയിട്ടുള്ള സംഭാവന വലിയ ശ്രേഷ്ഠമാണ്. പക്ഷേ EDക്ക് എന്തോ സംശയമുണ്ട്. ആ സംശയമാണിപ്പോൾ വാർത്തയായിട്ട് വന്നിരിക്കുന്നത്. എൻ്റെ സംശയം അതല്ല, ഇദ്ദേഹം എന്തെങ്കിലും മോശപ്പെട്ട കാര്യത്തിന് പണം കൊടുത്തു എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ കോളേജിൽ പുതിയ ഡെവലപ്മെൻറ്റൊക്കെ ആയിരിക്കാം. പക്ഷേ മനോരമ തന്നെ പറയുന്നത് പോലെ എന്തുകൊണ്ട് അത് FCRA വഴി വന്നില്ല എന്ന് ഒന്നാമത്തെ സംശയം. രണ്ടാമത്തെ എൻ്റെ പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങളിൽ
ഇതൊന്നും വാർത്തയാവാതെ പോയത് എന്നതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് സമീപകാലത്ത് ഈ വിദേശ ഫണ്ട് വരുന്നതിന് വലിയ പാടായിപ്പോൾ അല്ലേ? അതെ അതെ. ഈ ഫണ്ടിങ് ഏജൻസികളൊക്കെ ഏതാണ്ടൊക്കെ സോഴ്സ് ഒക്കെ അടഞ്ഞു. പല നിർമ്മാണ പ്രവർത്തനങ്ങളും പലയിടത്തും മുടങ്ങിക്കിടക്കുകയാണ്. പാതി വഴി നിലച്ചു. നന്മ മരങ്ങളും പഴയ പോലെ ഇപ്പം കാണാനില്ല. അതെ, നന്മ മരം ഒരു പ്രധാനപ്പെട്ട ഫണ്ട് മറിക്കാനുള്ള ഏർപ്പാടായിരുന്നു, ഒരു അലിഗേഷൻ ഉണ്ടായിരുന്നു. അതെ. അപ്പോഴാണ് ഈ 220 കോടി രൂപയുടെ ഒരു വാർത്ത, ഒരു റെയ്ഡ് അല്ലെങ്കിൽ ഒരു അന്വേഷണം ഇപ്പം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഈ കുണിയ കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ്, വിവിധ വിഷയങ്ങൾ പഠിപ്പിക്കുന്നു, ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്, നമ്മുടെ നാട്ടിൽ തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലുണ്ടാക്കിയിരിക്കുന്നതാണ്. ഇബ്രാഹിം അഹമ്മദ് അലി സതുദ്ദേശത്തോടെ കൊടുത്ത പണമായിരിക്കാം. പക്ഷേ അതേക്കുറിച്ചൊരു അന്വേഷണം നടന്ന് ബാക്കി കാര്യങ്ങൾ കൂടി പുറത്തു വരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.